ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമി ഇന്ത്യയിൽ പുറത്തിറക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലായ റിയൽമി GT Neo 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എന്തൊക്കെ കണ്ടൻസ് ആണ് കിട്ടുന്നതെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് വേണ്ടി ഒരു ചെറിയ കാര്യം പറയട്ടെ. എൻ്റെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പകുതിയോളം വീഡിയോസ് ചൈനീസ് വീഡിയോസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്കാണ് ഞാൻ ഡബ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഈ ഒരു വീഡിയോസിലുള്ള റിവ്യൂസൊക്കെ ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ജെന്യൂൻ ആണ്. കാരണം ഞാൻ പല ആർട്ടിക്കിളും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി യൂസ് ചെയ്തവരുടെ ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോസ് ഞാൻ എൻ്റെ ഈ ഒരു രീതിയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ വെറുതെ വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതല്ല. ഈ ഒരു ഓരോ വീഡിയോ ചെയ്യാനും പല ദിവസത്തെ 2-3 ദിവസത്തെ കഷ്ടപ്പാടും വോയിസ് ഓവറിങ്ങും എല്ലാം കഴിഞ്ഞ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതോടൊപ്പം തന്നെ ഇത് അപ്ലോഡ് ചെയ്ത് റെൻഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം 1-2 GB ഡാറ്റ വരുന്നുണ്ട്. അതെല്ലാം അപ്ലോഡ് ചെയ്താണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങളെന്ന് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻഡ് എൻ്റെ റിവ്യൂസ് തുടർന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം അമർത്തി വയ്ക്കുക. വീഡിയോ അവസാനം വരുന്നവരെ കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി GT Neo 5ൻ്റെ ബോക്സിംഗ് പാക്കേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റാപ്പിങ്ങും കാര്യങ്ങളും എടുത്ത് മാറ്റിയതിന് ശേഷം ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ആണ് കിട്ടുന്നതെന്ന് ബാക്കി ഡീറ്റെയിൽസും എല്ലാം നോക്കാം. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം 340 യൂറോയാണ്. അതായത് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഫോൺ ഏകദേശം 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരുന്നതെന്നാണ് അർത്ഥം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. നമ്മുടെ ആ ടോപ്പ് ഷെല്ലിൽ മാറ്റുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഫ്രണ്ട് ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ റിയൽമി GT Neo 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് കളറാണ്. ഇതിൻ്റെ വയലറ്റും ബ്ലാക്കും കളർ അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു ടോപ്പ് ഷെല്ലിൻ്റെ അകത്തുള്ള ഈ ഒരു വലിയൊരു ഷെല്ലെടുത്ത് മാറുന്ന സമയത്ത് നമ്മുടെ ചാർജർ കാണാൻ പറ്റും. ഈ കാണുന്ന ചാർജർ ഏകദേശം 150 വാട്ട്സിൻ്റെ വയേർഡ് ചാർജറാണ്. സോ ഒരു വയേർഡ് ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സിലിക്കൺ കേസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ ഇതാണ് ആ ഒരു കേസ്. നല്ല കിടിലൊരു ബ്ലാക്ക് കളർ കേസാണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസ് അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അതായത് റിയൽമി GT Neo 5 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. സോ ഇതിൻ്റെ എന്താ പറയുക, പർപ്പിൾ കളറാണ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഈ കാണുന്നത് വൈറ്റ് കളറാണ്. സോ എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പർപ്പിൾ കളർ തന്നെയാണ്. സോ ആ ഒരു പർപ്പിൾ കളർ ഡിവൈസിലാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കറും കൂടെ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് തന്നെ കാണാനായിട്ട് പറ്റുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. അത് കയ്യിലേക്ക് വയ്ക്കാൻ നല്ല ഹാൻഡി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് വൈസിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു ക്യാമറ ഡിസൈനാണ്. ഇവിടെയായിട്ട് നമുക്കൊരു RGB ലൈറ്റും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ക്യാമറ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഷവോമിയുടെ Mi 11 അൾട്രയുടെ ആ ഒരു ലുക്ക് വരുമെങ്കിലും ആ ഒരു രീതിയിലൊന്നും അല്ല, വളരെ ഡിഫറൻ്റ് ആയിട്ട് തന്നെ ഇപ്രാവശ്യം നമ്മുടെ റിയൽമി ചിന്തിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സൈഡിലായിട്ടുള്ള ബട്ടൺസ് ഒക്കെ നല്ല റെസ്പോൺസീവാണ്. ഒരു ബോക്സി ഡിസൈനും സ്ലിം ഡിസൈനും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കർവ് എഡ്ജ് ഒന്നും ലഭിക്കുന്നില്ല. കർവ് ഡിസ്പ്ലേ അല്ല, നോർമൽ ആയിട്ടുള്ളൊരു പ്ലേറ്റഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുകളിലായിട്ട് നമുക്കൊരു IR ബ്ലാസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു പ്രൈമറി മൈക്കിൻ്റെ ഹോളും കൂടെ കാണാനായിട്ട് പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. താഴെയായിട്ട് നമ്മുടെ ടൈപ്പ് സി എടുക്കാനുള്ള പോർട്ട്, സിം സ്ലോട്ടും സ്പീക്കർ ഗ്രിൽസും കാണാനായിട്ട് വരും. സോ ഇത്രയും കാര്യങ്ങളാണ് സ്മാർട്ട് ഫോണിൻ്റെ ബോഡി ഓവർവ്യൂവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്യാം. ബൂട്ടപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇവിടെ ബൂട്ടപ്പ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ്. സോ ഇവിടെ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ കേസും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ ഒരുപാടധികം യൂട്യൂബേഴ്സും ഈ ഒരു കേസിൻ്റെ കാര്യം വലിയ രീതിയിൽ പറയുന്നില്ല. ബട്ട് എനിക്ക് ഈ ഒരു ഫോൺ കേസ് ഇട്ട് പിടിക്കാൻ ഇഷ്ടം. കാരണം കുറച്ച് വഴുതി പോകുന്നൊരു ടൈപ്പ് സ്മാർട്ട് ഫോണാണിത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കേസ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു കേസ് ഇട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഡിവൈസ് ഇവിടെ ബൂട്ടപ്പ് ആയിട്ടുണ്ട്. വെൽക്കം ടു റിയൽമി എന്നൊക്കെ പറഞ്ഞ് ചൈനീസിലാണ് ഫുൾ എൻ്റർ ചെയ്തിട്ടുള്ളത് ഇവിടെ. ആൻഡ് ഇവിടെ നമ്മുടെ കേസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിന് കുറച്ച് സെറ്റപ്പും പരിപാടികളുണ്ട്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ ഫുൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. ആൻഡ് ഫൈനലി നമ്മളിവിടെ റിയൽമി UI 4.0 ലോഡ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇത് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 13 വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ വളരെ നല്ല വെൽ ബാലൻസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ബ്ലോട്ട്വെയറും ആഡ്സും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്ത സമയത്ത് തന്നെ ചെറിയൊരു ആഡ്സും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷനിൽ. അതുകൊണ്ട് തന്നെ അതിനർത്ഥമാക്കുന്നത് ഇതിൻ്റെ അകത്ത് ആഡ്സ് വരുമെന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, അതായത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ വളരെ സ്പീഡാണ്. പിന്നെയുള്ള ഈ ഒരു ബ്ലോട്ട്വെയർസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. ചൈനീസ് വേരിയൻറ്റിലും
ഇന്ത്യൻ വേരിയൻറ്റിലും സെയിം ബ്ലോട്ട്വെയർ ആയിരിക്കും. ആപ്ലിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 6.74 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളേഴ്സും 144 ഹർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. HD and 10+ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ Realme UI 4.0 ബേസ്ഡ് ആയിട്ട് വരുന്നൊരു സോഫ്റ്റ്വെയർ റൺ ആവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. വളരെ നല്ലൊരു സ്മാർട്ട് ഫോണാണ്. Qualcomm Snapdragon 8+ Gen 1 ഒരു 4 നാനോമീറ്റർ പ്രോസറാണ് ഇതിനകത്ത് റൺ ആവുന്നത്. അപ്പോൾ ഇത് നമ്മുടെ OnePlus 11R ഒരു കില്ലറായിട്ട് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോയും കൂടെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അടുത്ത വീഡിയോ കണ്ടുമുട്ടാൻ മോഡലിൽ സൈനിങ് ഓഫ്. ബൈ.